ഹായ് മക്കളെ, +1 കെമിസ്ട്രിയുടെ മോഡൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ? കഴിഞ്ഞ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം ചോദിക്കുന്നതിൽ അടിപൊളിയായിട്ട് നമുക്ക് കെമിസ്ട്രി എക്സാം തകർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ തവണ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വീക്ക് ഇലക്ട്രോണിന്റെ വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും pH വാല്യൂ കണ്ടുപിടിക്കാൻ അവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ വരുന്നത്, അയണൈസേഷൻ കോൺസ്റ്റന്റ് വരുന്നത്. ഇതൊക്കെ എന്താണ് സാർ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, സിയും ആൽഫയും ഒക്കെ എന്താണ്, pH വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമല്ല നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. വളരെ എളുപ്പത്തിൽ വളരെ അടിപൊളിയായിട്ട് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നതാണ്. എങ്കിലും തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. ബാക്കി ഞാൻ പലിക്കുകയാണ്, എന്താ കിടക്കുകയാണ്. നോക്കി നമുക്ക് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? രണ്ട് സൈഡും ആരോ മാർക്ക് ഉണ്ടായിരിക്കും, മാത്രമല്ല ഇവിടെയുള്ള ആസിഡ് കംപ്ലീറ്റ് ആയിട്ടും എന്തായിട്ട് മാറുന്നില്ല, ഡിസോസിയേറ്റ് ചെയ്ത് H+A- ആയിട്ട് മാറുന്നില്ല. ഇതൊരു ആസിഡ് ആണെങ്കിൽ ഇപ്പോൾ ഒരു CH3COOH എന്നൊരു വീക്ക് ആസിഡ് ആണെങ്കിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് ആളുകളും ഇവിടെ 100 അസറ്റിക് ആസിഡുകൾ ഉണ്ടെങ്കിൽ ആ 100 പേരും എന്തായിട്ട് മാറുന്നില്ല, അയണുകളായിട്ട് മാറുന്നില്ല. കുറച്ച് ആളുകൾ മാത്രം ഡിസോസിയേറ്റ് ചെയ്യും, കുറച്ച് ആളുകൾ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കും. ഡിസോസിയേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം അറിഞ്ഞാൽ മാത്രമല്ല H+ന്റെ അളവ് അറിയുള്ളൂ. നമുക്ക് pH വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. H+ന്റെ അളവറിയുകയാണെങ്കിൽ അതിന്റെ ലോഗ് കണ്ടുപിടിക്കുക, ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ഉണ്ടാകുന്ന H+കളുടെ അളവ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ പറയാൻ പറ്റും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ 100 HA ഉണ്ടെങ്കിൽ ആ 100 ആളുകളും H+ഉം CA- ആയിട്ട് മാറും. അതായത് 0.1 മോളാർ HA എടുത്താൽ ഉറപ്പായും 0.1 മോളാർ H+ ഉണ്ടായിരിക്കും എന്ന് പറയാം. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഡിസോസിയേറ്റ്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൽ കുറച്ച് ആളുകൾ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുന്നത്, കുറച്ച് H+കൾ മാത്രമേ ഉള്ളൂ. അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ pH വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക. കൺസെപ്റ്റ് മനസ്സിലായോ? അവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ കയറി വരുന്നത്. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതിന്റെ ഡിസോസിയേഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കുമ്പോൾ HA എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ C ആണെന്നിരിക്കട്ടെ. HA എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ C ആണെന്നിരിക്കട്ടെ. കോൺസെൻട്രേഷൻ C ഇനീഷ്യലുള്ള കാര്യമാണ്. ഈ ഒരു റിയാക്ഷൻ ആരംഭിക്കുമ്പോഴുള്ള കേസാണ്. എന്താണ് ഇത്ര വലിയത്? ഇനീഷ്യലി C ആണ് അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ H+ഉം A- അവിടെ ഉണ്ടായിട്ടില്ല, അതിന്റെ കോൺസെൻട്രേഷൻ 0 ആണ്. ഇനി കെമിക്കൽ റിയാക്ഷൻ അവസാനിക്കുന്ന സമയത്ത്, അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഘട്ടം എത്തി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഡിസോസിയേറ്റ് ചെയ്യുകയോ ഇല്ല. ഇപ്പോൾ C എന്ന് പറയുന്ന കോൺസെൻട്രേഷന്റെ 70% മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ C എന്ന് പറയുന്നതിന്റെ 70% ഡിസോസിയേറ്റ് ചെയ്താൽ സിയുടെ 70% H+ഉം സിയുടെ 70% എന്ത് കിട്ടും? നമുക്ക് A- കിട്ടും. അതായത് 100-ൽ 70 ആളുകൾ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ 70 H+കളും 70 A- കിട്ടും. ബാക്കി 100-ൽ 30 ഡിസോസി ചെയ്യാതെ കിടക്കും, അല്ലെ? ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കും. അപ്പോൾ ഒരു C എന്ന് പറയുന്ന ടേമിൽ എടുക്കുകയാണെങ്കിൽ HAയുടെ കോൺസെൻട്രേഷൻ C ആണ്. സിയുടെ 70% എന്ന് പറഞ്ഞാൽ ആ ശതമാനത്തെയാണ് 70%-ഓളം ഡിസോസിയേറ്റ് ചെയ്തു, ബാക്കി 30% ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. എത്ര ശതമാനം ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ അളവിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ആ 70%-ന് പകരം ആൽഫ ഇട്ട് കൊടുക്കുന്നു. സിയുടെ ആൽഫ പോർഷൻ എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ H+ന്റെ അളവ് എത്രയാണ്? C × ആൽഫ, സിയുടെ ആൽഫ ഭാഗം. അപ്പോൾ A- അളവും എത്ര തന്നെയായിരിക്കും? C × ആൽഫ ഭാഗം. കാരണം എത്ര H+ ഉണ്ടാകുന്നുണ്ടോ അത്രയും A- ഉണ്ടാകുന്നുണ്ടല്ലോ. മനസ്സിലായോ? ഈ ആൽഫ എന്ന് പറയുന്നതാണ് 70%. ഇനി എത്ര ശതമാനം ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്നു? 30%. 100 - 70 അല്ലേ? 100-ൽ 70 ഡിസോസിയേറ്റ് ചെയ്തു, ബാക്കി 30 എന്ത് ചെയ്തിട്ടില്ല? ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് എങ്ങനെ എഴുതാം അതിനെ? സിയുടെ 1 - ആൽഫ പോർഷൻ, സിയുടെ 1 - ആൽഫ പോർഷൻ എന്ത് ചെയ്തിട്ടില്ല? ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ പറയാം. കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കുമ്പോൾ ഒരു വീക്ക് ഇലക്ട്രോൺ, വീക്ക് ആസിഡിന്റെയോ വീക്ക് ബേസിന്റെയോ ഡിസോസിയേഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വീക്ക് ആസിഡ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഇനീഷ്യലി HAയുടെ കോൺസെൻട്രേഷൻ C ആണ്. അതിൽ മുഴുവൻ ആളുകളും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല, അതാണ് വീക്ക് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ C ആണ്. H+ന്റെ കോൺസെൻട്രേഷൻ 0 ആണ്. A-ന്റെ കോൺസെൻട്രേഷൻ 0 ആണ്. ഇക്വിലിബ്രിയം എത്തിയിരിക്കുമ്പോൾ സിയുടെ 70% അല്ലെങ്കിൽ സിയുടെ ആൽഫ പോർഷൻ ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ H+ന്റെ അളവ് എന്ന് പറഞ്ഞാൽ C ആൽഫയാണ്, A-ന്റെ അളവ് എന്ന് പറഞ്ഞാലും C ആൽഫയാണ്. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആസിഡിന്റെ അളവ് എത്രയായിരിക്കും? C × 1 - ആൽഫ, C × 1 - ആൽഫ. റെഡിയല്ലേ? ഇനി ഇവിടെ ഞാൻ പറയുന്നത് ഇതിലൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. ഞാൻ ഇവിടെ KA എന്ന് കൊടുക്കുന്നു. റെഡി? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ അല്ലേ? ഇവിടെ പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? H+ഉം A- അല്ലേ? H+ന്റെ കോൺസെൻട്രേഷനും A- കോൺസെൻട്രേഷനും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്? അത് C ആൽഫയും അല്ലേ?
അപ്പോൾ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ റിയാക്ടൻ്റ് എന്ന് പറയുന്നത് എച്ച് എ ആണ്. എച്ച് എയുടെ കോൺസെൻട്രേഷൻ എന്താണ്? സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സി ഇൻറ്റു 1 മൈനസ് ആൽഫ. ഇതിൽ ആര് വെട്ടിപ്പോവും മക്കളെ? സിയും വെട്ടിപ്പോയി. ബാക്കി എന്താണുള്ളത്? സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന കെ എ പറയുന്ന പേരാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. ഇതിനെ പറയുന്ന പേരാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നുണ്ട്. കെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് 1-നേക്കാൾ വളരെ വളരെ ചെറുതാണെങ്കിൽ 1 മൈനസ് ആൽഫയെ നമുക്ക് 1 ആയിട്ട് തന്നെ എഴുതിക്കൂടെ? 1 മൈനസ് ആൽഫയെ നമുക്ക് 1 ആയിട്ട് തന്നെ എഴുതിക്കൂടെ? അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? കെ എ എന്ന് പറഞ്ഞാൽ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 അഥവാ കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. അതൊരു ഇക്വേഷൻ കിട്ടിയേ. കെ എ എന്ന് പറഞ്ഞാൽ സിയും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സിയും തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട്. കെ എ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. അതല്ല, കെ എ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ആൽഫ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇക്വേഷൻ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ നിന്നും ആൽഫ ഈക്വൽ ടു എന്താണ് വരിക? ആൽഫ സ്ക്വയർ ഈക്വൽ ടു എന്ന് വരും. ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എ ഡിവൈഡഡ് ബൈ സി ആണ്. അതിൽ തന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ആൽഫ എന്ന് പറഞ്ഞാൽ കെ എ ബൈ സി അല്ലെ, റൂട്ട് കെ എ ബൈ സി. ഈ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഉറപ്പായും കോൺസെൻട്രേഷൻ സി തരും, കോൺസെൻട്രേഷൻ തരും, ഒരു വീക്ക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ തരും. എന്നിട്ട് അതിന്റെ ആൽഫ തന്നിട്ട് കെ എ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ കെ എ തന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാൻ പറയും. ഇപ്പൊ നിങ്ങളോട് പി എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കാം. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പി എച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ഇവിടെ എച്ച് പ്ലസിന്റെ അളവ് എത്രയാണ്? സി ആൽഫ അല്ലേ? അപ്പൊ സി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും, ആൽഫയും തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സി ആൽഫ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എച്ച് പ്ലസിന്റെ അളവ് കണ്ടുപിടിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ ചെയ്തതിന് ശേഷമേ നമ്മൾ പോകുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കെ എ എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ആൽഫ, സി ആണ് കോൺസെൻട്രേഷൻ. എങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിക്കേ, കൂടുതൽ തവണയും ഈ ചോദ്യം തന്നെ വരാൻ സാധ്യത, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് ആസിഡ്, ഏതൊരു വീക്ക് ആസിഡ് എന്നാലും ശരി, വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് 3 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണിത്. ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് 4.5 × 10⁻⁻⁴ തന്നിട്ടുണ്ട്. നൈട്രസ് ആസിഡ് ഇതാണ്. അതിന്റെ എന്താണ് തന്നിരിക്കുന്നത് നോക്കിക്കുന്നത്? അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ് കെ എ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രോബ്ലം സമീപിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൽ തന്നിരിക്കുന്ന ആളുകളൊക്കെ എടുത്തെഴുതുക, കണ്ടുപിടിക്കേണ്ടവൻ ആരാണെന്ന് മനസ്സിലാക്കുക, അവർ തമ്മിലുള്ള കണക്ഷൻ അനുസരിച്ചുകൊണ്ട് ഇക്വേഷൻ ഇട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് കെ എ ആണ്. കെ എയുടെ വാല്യൂ എത്രയാണ്? 4.5 × 10⁻⁴ ആണ്. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് 0.01 മോളാർ സൊല്യൂഷൻ ഓഫ് നൈട്രസ് ആസിഡ്. ആ വീക്ക് ആസിഡും വെള്ളവും കൂടെ ചേർത്തുണ്ടാക്കിയ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? സി കോൺസെൻട്രേഷൻ എത്രയാണ്? 0.04 മോളാർ ആണ്. അപ്പൊ സിയും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞത്? പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി എച്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് അല്ലേ? അതിൽ എച്ച് പ്ലസിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ നോക്കണേ, H3O+ എന്ന് പറഞ്ഞാലും എച്ച് പ്ലസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എച്ച് പ്ലസിന്റെ അളവ് തന്നെയാണ് H3O+ അളവ്. കാരണം ഈ ആസിഡിലുള്ള NO2- ഇത് ബാക്കി ഈ എച്ച് പ്ലസ് ആണ് ഈ വാട്ടറിനോടൊപ്പം ചേർന്ന് H3O+ ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര എച്ച് പ്ലസുകൾ ഉണ്ടാകുന്നുണ്ടോ അത്രയും H3O+, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന്. ശരി, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത് HNO3 അളവ് എത്രയായിരിക്കും? C × 1 - ആൽഫ ആണോ? C × 1 - ആൽഫ. ഇക്വിലിബ്രിയത്തിൽ ഫൈനൽ സ്റ്റേറ്റിലാണ് പറയുന്നത്. H3O+ അളവ് എത്രയായിരിക്കും? C ആൽഫ. NO2- അളവ് എത്രയായിരിക്കും? C ആൽഫ. അതുകൊണ്ട് തന്നെ H+ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? C ആൽഫയാണ്. അപ്പോൾ നമുക്ക് വേറെ തന്നെ അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. H+ അളവ് വേറെ കണ്ടുപിടിക്കാം. കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ C × ആൽഫയാണ്. റെഡിയാണ്? C × ആൽഫ. അതിൽ നോക്കണേ, C ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആൽഫ നമുക്ക് വേറെ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് പറഞ്ഞേ. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് പറഞ്ഞേ. ആൽഫ = √KA/C ആണ് അല്ലേ? √KA/C ആണ്. √KA എത്രയാണ്? 4.5 × 10⁻⁻⁴ ഡിവൈഡഡ് ബൈ C എന്ന് പറഞ്ഞാൽ 0.04 ആണ്. ഈ രണ്ട് നമ്പറും കൂടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക √112 × 10⁻⁴ ആണ്. അപ്പോൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഈ നമ്പറിന്റെ റൂട്ട് കണ്ടുപിടിക്കുക, 10ന്റെ പവറിന്റെ പകുതി എഴുതുക. അപ്പോൾ 112ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ
അതും പിന്നെ 10⁻⁻2 ആണ് വരുന്നുണ്ടായിരിക്കുക. റെഡി? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 0.106 എന്ന് കിട്ടും. ആൽഫ ചെയ്ത് നോക്കുക. ആൽഫ കിട്ടിയേ? കാണുന്നില്ല നിങ്ങൾക്ക്? മെനു പത്ത് മാറ്റിയിട്ട് കിട്ടും. കാണുന്നുണ്ട് 0.106. അപ്പോൾ ആൽഫ കിട്ടിയായിരുന്നു അല്ലേ? ആൽഫ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? വളരെ വേഗത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കാം. സി എന്ന് പറഞ്ഞാൽ 0.04 ആണ്, ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ 0.106 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 0.00424 എന്ന് വരും. അപ്പോൾ H+ന്റെ അളവ് കിട്ടിയേ? H+ന്റെ അളവ് കിട്ടിയേ? ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 0.00424 ഇട്ട് കൊടുത്താൽ ആൻസറായി നെഗറ്റീവ് 2.373 എന്ന് കിട്ടും. പി എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 2.373 എന്ന് കിട്ടും. റെഡി? അപ്പോൾ ഇങ്ങനെയാണ് പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ പി എച്ച് വാല്യൂ തന്നെ കണ്ടുപിടിക്കണമെന്ന് തരണമെന്നില്ല. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം, കെ എ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവിടെ എന്താണ് ആൽഫ എന്നും എന്താണ് സി എന്നും എന്താണ് കെ എ എന്നും മനസ്സിലാവാത്തത്. വീക്ക് ലെറ്ററുമായിട്ട് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ള വാല്യൂ ആണ് ആൽഫ. ഈ ആൽഫയുടെ വാല്യൂ 0-നും 1-നും ഇടയ്ക്കായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് നോക്കുകയല്ല, മനസ്സിലാക്കുക. ആൽഫയുടെ വാല്യൂ 0-നും 1-നും ഇടയ്ക്കായിരിക്കും ഉണ്ടായിരിക്കുക വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. റെഡിയാണ്? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അടിപൊളിയായി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളും ട്രിക്കുമായിട്ടൊക്കെ ഉടനെ ഞങ്ങൾ മാരത്തോൺ ലൈവുകളിലും സൂപ്പർ സിക്സ് ലൈവുകളൊക്കെ ഞങ്ങൾ വരുന്നുണ്ട്. ഈ മോഡൽ എക്സാം മാത്രമല്ല പബ്ലിക് എക്സാമും അതിഗംഭീരമായിട്ട് നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്ന മക്കൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള പല ചോദ്യങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.